കുട്ടനാടിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. കുട്ടനാട് പോലെ തന്നെ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. പക്ഷേ കിഴക്കൻ വെള്ളം വലിയ രീതിയിൽ വരാത്തതും മാനം തെളിഞ്ഞു നിൽക്കുന്നതും അല്പം ആശ്വാസകരമാണ്. ഇതാണ് കുട്ടനാട്ടിലെ പൊതുവെ വെള്ളം കയറിയ വീടുകളുടെയൊക്കെ അവസ്ഥ. എങ്ങനെയുണ്ട് ചേട്ടാ വെള്ളം? വെള്ളം സർവത്ര വെള്ളമാണ്. എവിടെ നോക്കിയാലും വെള്ളം. വീടിനകത്ത് ഇനി ഒരു ഇഞ്ച് ഉണ്ടെങ്കിൽ വീടിനകത്ത് കയറും. പക്ഷേ ഞങ്ങളുടെ അയലോക്കത്തുള്ള എല്ലാ വീടുകളിലും ഇപ്പം വെള്ളത്തിലാണ്. വർഷത്തിൽ എത്ര തവണ വെള്ളം വരും ഇവിടെ? ഈ വർഷം ആദ്യത്തേതാണ്. ഇനിയും വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 3 പ്രാവശ്യം വെള്ളം കയറിയായിരുന്നു. ഈ പ്രാവശ്യത്തെ ഇനി നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. വെള്ളമാണ്. പക്ഷേ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ശുദ്ധജലം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയായാലും KSEBിക്ക് ഒരു നന്ദി പറയുന്നുണ്ട്. കറണ്ടുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യമാണ്. കാരണം എല്ലാ ടാങ്കുകളും എല്ലാ ബാത്റൂമും നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ 2 നിലയുള്ളവർക്കൊക്കെ സൗകര്യം ഉണ്ടായിരിക്കും. അതില്ലാത്തവർ ഭയങ്കര ബാത്റൂം ബുദ്ധിമുട്ടിലാണ്. പിന്നെ ജീവിതം മൊത്തം ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ്. നമ്മൾ ഈ വെള്ളം കാണുമ്പോൾ വളരെ തെളിഞ്ഞ വെള്ളമാണെന്നൊക്കെ തോന്നി. ചേട്ടൻ പറഞ്ഞ പോലെ ഈ ടോയ്ലറ്റിലൊക്കെ കൂടെ കയറി ഇറങ്ങി വരുന്ന വെള്ളമാണ്. ഈ വെള്ളം കയറുമ്പോൾ പ്രശ്നമില്ല. വെള്ളം ഇറങ്ങി പോകുമ്പോഴാണ് ഗുരുതരമായ അവസ്ഥയുണ്ടാകുക. ചെളിക്കെട്ടുണ്ടാവും, മാലിന്യങ്ങളുണ്ടാവും. അത്തരത്തിൽ മനുഷ്യർ വർഷത്തിൽ പലതവണയാണ് കുട്ടനാട്ടുകാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ചേട്ടാ വെള്ളം എങ്ങനെയുണ്ട്? ഭയങ്കര കൂടുതൽ, ഭയങ്കര വെള്ളം. ഇത് ചിലപ്പോൾ ഇവിടെ മട വീഴാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം മുങ്ങും. പക്ഷേ ഇന്നലത്തേക്കാൾ ഒരു ഇച്ചിരി കുറവുണ്ടെന്നു അല്ലേ? കൂടുതല കറന്നിറങ്ങാം. വെള്ളം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും തള്ളുമ്പോൾ വീണ്ടും കൂടും. അപ്പോൾ ഇതിനകത്ത് മട വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ബ്ലോക്ക് ആവും. കൃഷി ഉണ്ടായിരുന്നോ? കൃഷി അവർ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നത്. മോട്ടർ 3 മോട്ടർ ഓടുന്നുണ്ട്. പക്ഷേ അവിടെ മട വീണ് അതുകൊണ്ടാണ് വെള്ളം അതിൽ കൂടി കയറുന്നത്. അങ്ങനെ കുട്ടനാടിനെ സംബന്ധിച്ചോളം ഈ ആളുകൾക്കുണ്ടാകുന്ന ദുരിതം പോലെ തന്നെ കൃഷിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഏറ്റവും കുറഞ്ഞതൊരു 5-6 പാടശേഖരങ്ങളിലെങ്കിലും മട വീണിട്ടുണ്ട്. കൃഷി ഉണ്ടായിരുന്നില്ല. കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരുന്ന നിലങ്ങളാണ്. അത് ഈ വെള്ളം ഇറങ്ങി പോകുമ്പോൾ വീണ്ടും ഒന്നുകൂടി ആ പണം ചിലവാക്കേണ്ടി വരും കൃഷിക്കായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടി. എന്തായാലും ആളുകൾക്കുടെ ബുദ്ധിമുട്ടുകളിൽ കൂടിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒഴിഞ്ഞിട്ടില്ല. പല സ്കൂളുകളിലും ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. സ്കൂളുകളിലും കമ്മ്യൂണിറ്റി സെൻ്ററുകളിലും ഒക്കെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ പൊഴി മുറിച്ചിട്ടുണ്ട്. ആ പൊഴി മുറിക്കുന്നതിൻ്റെ വേഗത കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം വീതിയിൽ മണ്ണ് എടുത്ത് മാറ്റിയാൽ മാത്രമേ വെള്ളം ശരിയായ രീതിയിൽ ഒഴുകി പോവുകയുള്ളൂ. ഇപ്പോഴും ആ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ആ 1 കിലോമീറ്ററോളം വീതി കൂട്ടുമ്പോൾ അത്രയും അധികം വെള്ളം കൂടി ഒഴുകിപ്പോകും. എന്തായാലും മഴ മാറി നിൽക്കുകയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കുറയുകയും ചെയ്താൽ ഒരു 2-3 ദിവസത്തിനകം കുട്ടനാട്ടുകാർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. ബോഡിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.